പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്നതാണ്. ഇപ്പം അന്നത്തെ കട്ടിയില്ല, എന്നാലും ഞാൻ ഒറ്റയ്ക്ക് വരുമായിരിക്കും. അമ്മ വന്നില്ലേ? ഞാൻ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ മുഖത്ത് കെട്ടി വീറും. ആ, അങ്ങനത്തെ ഒരു സാധനമാണ്. അല്ലെങ്കിൽ പിന്നെ പറയാതെ നാണേലും ഞാൻ പിന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇനി എവിടെ പോയി, എന്തിനു പോയി, എത്ര നേരമായി ചോദ്യങ്ങൾ വരും. അങ്ങനത്തെ സാധനം. അതാ ഞാൻ പിന്നെ വിളിച്ച് കുട്ടിക്കൊണ്ട് വന്നത്. അന്നത്തെ അത്ര ഇല്ല, എന്നാലും വേദനയുണ്ട്. അത് കല്ല് ചതവാണോ? അല്ല, അത് നീര് ഇറങ്ങി വരുന്ന കല്ലായിട്ട് അവിടെ കിടക്കുമല്ലേ? തിരുമ്മ ഉടച്ചില്ലെങ്കിൽ അതാന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ എനിക്ക് തലവേദനയും ഇടലി വേദനയും തലനീരിറക്കമാണെന്നല്ല അമ്മൂന്നൊക്കെ പറയും. പിന്നെ കുളിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞമ്മയ്ക്ക് ഇപ്പം 46-47 വയസ്സ് കാണും. കുഞ്ഞമ്മ ഇപ്പോഴും രാസനാദിയിലും കുളിച്ചിട്ട്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, അങ്ങനെ നമ്മൾ ഓരോ ശീലങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞില്ലേ, നമുക്കതില്ലാതെ പറ്റത്തില്ല. എനിക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഞാൻ എവിടെ പോയാലും നിൽക്കും. ചിലർക്ക് അങ്ങനെ പോയാൽ പറ്റത്തില്ല. തണുപ്പ് പറ്റത്തില്ല, ചൂട് പറ്റത്തില്ല. അത് ചിലപ്പോൾ കിട്ടാത്തൊരു സിറ്റുവേഷനാണെങ്കിൽ നമ്മളെങ്ങനെ കഴിയും. അത് കാരണം ഞാൻ അങ്ങനത്തെ ശീലങ്ങളൊന്നും വെക്കാറില്ല. ഇപ്പം ഞാനില്ലേ രാത്രി കുളിക്കുമ്പോഴൊന്നും തല നനയ്ക്കത്തില്ല. ഞാൻ ഡെയിലി ഇപ്പം തല നനയ്ക്കാറില്ല. ഈയിടെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം വന്നതല്ലേ, അപ്പം ഞാൻ പോയി സ്പാ ചെയ്തു. അപ്പം അവർ പറഞ്ഞ് ഡെയിലി തല വാഷ് ചെയ്യണ്ടെന്ന്. ആഴ്ചയിലൊരു 3-4 തവണയൊക്കെ ചെയ്താൽ മതിയിരുന്നു. അതാണ് ഞാൻ ഇപ്പം ഡെയിലി തലേന്ന് കുളിക്കുന്നില്ല. മിനിഞ്ഞാന്ന് തല നനച്ചാന്ന് തോന്നുന്നു. ഇന്നലെ തല നനച്ചില്ല, മേലെ എഴുതിയതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാനത് കാരണം ഇന്ന് ഞാൻ മേലും കഴിയില്ല. സത്യം പറഞ്ഞ ഇവിടോട്ട് വരുന്നുണ്ടല്ലോ എന്നോർത്ത്. ഇന്നലെ രാത്രി കുളിച്ചതാ. രാത്രി വെളുപ്പിനാകും കുളിക്കുമ്പോൾ. ചിലപ്പോൾ 2 മണി 3 മണിക്കൊക്കെ ആയിരിക്കും കുളിക്കുന്നത്. ഞാൻ പോയി അവിടെ അത്ര വേനയുണ്ട്. ഈ ഭാഗത്തില്ലേ അവിടെ അവിടെ വേദന വിത്തൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നില്ല എൻ്റെ ദേഹത്ത്. അറിയത്തില്ല
എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. എപ്പോഴും കിടക്കുവാണെന്ന് വെച്ചാൽ ഒരുമാതിരി തളർന്ന് കുത്തി പിടിച്ച് എപ്പോഴും കിടക്കുക. ഒന്നും വൈകിയാണെങ്കിൽ ഈയിടെ ഒരു ഷൂട്ടിന് പോയി, മറ്റേ ജിമ്മിലായിരുന്നേ, പ്രൊമോഷൻ ജിമ്മിലേക്ക്. അവിടെ പോയി അവിടെയുള്ള സാധനങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യണം. അത് വീഡിയോ എടുത്ത് മീഡിയക്കാരെ ജിമ്മിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ട് അവിടെ ഒരു ദിവസം ഷൂട്ടിന് പോയി. എൻ്റെ പൊന്നെ, ഉച്ച വരെ അവിടെ പോയി ജിമ്മിലുള്ള എല്ലാ സാധനത്തേലും കയറ്റിച്ച് അവിടെ ഇരുത്തിയും കിടത്തിയൊക്കെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് വീട്ടിൽ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് 2 ദിവസം ഞാൻ പൊങ്ങിയില്ല. എൻ്റെ വയറിൻ്റെ അകത്ത് വേദന, തുടയ്ക്കകത്ത് വേദന, അടിവയറ്റിൻ്റെ അകത്ത് വേദന, ഒന്ന് ചുമയ്ക്കാനോ ഒന്ന് ശ്വാസം വിടാൻ പോലും വയ്യ. പെയിൻ എന്നുവെച്ചാൽ വർക്കൗട്ട് ചെയ്യുന്നതല്ലല്ലോ. പോയി അവിടെ പോയി മെഷീനെല്ലാം ചെയ്ത് മറ്റേ വെയിറ്റ് ഉള്ളതെല്ലാം താക്കി എടുപ്പിച്ച് കിടത്തിയവരെന്നെ എനിക്കറിയാൻ മേല. എൻ്റെ പൊന്നെ, അവിടുത്തെ എന്നിട്ട് ആ ജിമ്മിലെ ആ മാസ്റ്ററാണെങ്കിൽ ഞാൻ ചെയ്യാത്തതുകൊണ്ട്, ഞാൻ അവിടെ ഇത് ഇത്രയും ചെയ്യിപ്പിച്ചത് കൊണ്ട്, നോർമലി ചെയ്യുന്നില്ലല്ലോ, ചെയ്ത് കഴിഞ്ഞ് പോരുന്നതിന് തൊട്ട് പരിപാടി തീർന്നു കഴിയുമ്പോൾ എന്നെ അവിടെ കിടത്തിക്കൊണ്ട് അയാൾ എന്നെ പിടിച്ച് ഒടിച്ച് മടക്കി വെച്ച് വെച്ചാൽ കാലും കൈയൊക്കെ ഇല്ലേ ഇങ്ങനെ തിരുമുമല്ല, അല്ലാതെ ഇങ്ങനെ ഒടിക്കുകയോ കാല് പൊക്കി ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്ത്. അന്നേരം അയാൾ പറഞ്ഞ് അത് ചെയ്യാത്തത് കൊണ്ട് ശരീരം ഇനി നാളെ പൊങ്ങാതിരിക്കുമെന്നല്ലെങ്കിൽ ഇതും ചെയ്തില്ലെങ്കിൽ. അയാളും എന്നെ ഏതാണ്ട് ഓടിച്ച് മടക്കുകയൊക്കെ ചെയ്ത്. എൻ്റെ പൊന്നെ, 2 ദിവസം ഞാൻ എണ്ണിച്ചില്ല, ഒറ്റ കിടത്തിയായിരുന്നു. പറയണ്ട. അങ്ങനെ ഇത് കഴിഞ്ഞില്ലേ?